ജന്ന ഷസ്മിൻ എന്ന ഒരു ട്രാവൽ വ്ളോഗർ ഒരുപാട് രാജ്യങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ട്. ജോർദാനിൽ വെച്ചുള്ള ഒരു അനുഭവം ജന്ന പങ്കുവച്ചു. ജന്നയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണോ എന്നെനിക്കറിയില്ല. ഒരു പയ്യൻ വന്നിരുന്നും കൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ജന്ന പറയുന്നതിനെ ക്ലിയർ ചെയ്ത് കൊണ്ടുവന്ന് പറയുന്നത് പോലെ എനിക്ക് തോന്നി. അപ്പം ആ പയ്യൻ പറയണ വാക്കൊന്നും എന്ന് പറയുന്ന ഒരു ട്രാവൽ വ്ളോഗർ, അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഇഷ്യൂ ഇതിനോട് നിങ്ങളെല്ലാം വീഡിയോയിലൂടെ കണ്ടു കാണും. അപ്പം എന്റെ ഒന്ന് രണ്ട് ഒരു ഡൗട്ട്സേ ഉള്ളായിരുന്നു. പക്ഷെ അതിനുള്ള ക്ലിയർ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ അദ്ദേഹം ചെയ്തിട്ടുള്ള ലേറ്റസ്റ്റ് എക്സ്പ്ലനേഷൻ വീഡിയോയിൽ ചെയ്യുന്നു. അപ്പൊ ഈ ഇഷ്യൂ എന്താണെന്ന് അറിയാത്ത ആദ്യമായിട്ട് കേൾക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഞാൻ ഷോർട്ട് ആയിട്ടെന്ന് പറയാം. ഇദ്ദേഹം ഒരു ട്രാവൽ വ്ളോഗറാണ്. ട്രാവൽ വ്ളോഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബഡ്ഡിംഗ് വ്ളോഗറാണ് എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിന്റെ പ്രീവിയസ് വീഡിയോസ് ഒക്കെ നോക്കുമ്പോൾ ഒരു 1000 വ്യൂസ് 2000 വ്യൂസ് അങ്ങനെയൊക്കെ വ്യൂസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇദ്ദേഹം അങ്ങനെ യൂട്യൂബിൽ നിന്ന് പണം കിട്ടി ട്രാവൽ ചെയ്യുന്ന ഒരാളല്ല. അദ്ദേഹം ജോലി ചെയ്ത് ദുബായിൽ എന്താണ് വർക്ക് ചെയ്യുന്നത്. ദുബായിൽ ജോലി ചെയ്ത് അതിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് പൈസ എടുത്തിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോ അതൊക്കെ ശരി. അപ്പോൾ ഈ ജന്ന ജോർദാൻ എന്ന രാജ്യത്ത് അവിടെ ചുറ്റിക്കറങ്ങുകയാണ്. അങ്ങനെ കറങ്ങുന്ന സമയത്ത് ജന്നയ്ക്കൊരു മോശം അനുഭവം ഉണ്ടായി. കഴുതപ്പുറത്ത് വെച്ചിട്ടാണ് ഇത് സംഭവിക്കുന്നത്. മോശം അനുഭവം ഉണ്ടായത് പിന്നെ എന്തുകൊണ്ട് ജന്നയുടെ യൂട്യൂബ് ചാനലിലൂടെ അത് പോസ്റ്റ് ചെയ്തു. മോശം അനുഭവം ഉണ്ടായെന്നും പറഞ്ഞിരുന്ന് കരഞ്ഞു വിളിക്കുന്നു, റൂമിൽ വന്നിട്ടിരുന്ന് കരഞ്ഞു വിളിക്കുന്നതായിട്ടൊക്കെ പോസ്റ്റ് ചെയ്തു. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ജന്ന അത് പോസ്റ്റ് ചെയ്യൂലായിരുന്നല്ലോ. ജന്നയ്ക്ക് വേറെ വരുമാനം ഉണ്ട് എന്ന് പറയുന്ന ഈ യൂട്യൂബ് വരുമാനം ജന്നയ്ക്ക് വേണ്ട, വേറെ വരുമാനം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പയ്യൻ സംസാരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ജന്ന ഇതെടുത്ത് പോസ്റ്റ് ചെയ്തു? അങ്ങനത്തെ ഒരു മോശം അനുഭവം ഉണ്ടായെങ്കിൽ ഈ കുട്ടിക്ക് ഇനി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ളതല്ലേ. അതുപോലെ ഇങ്ങനെയുള്ള ഈ അനുഭവങ്ങളൊക്കെ എടുത്ത് മോശം അനുഭവമാണ്, അങ്ങനെ പീഡിപ്പിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞും കൊണ്ടിരുന്ന് പൊട്ടിക്കരയുമ്പോൾ ഇനി ഈ കുട്ടിക്കൊരു ഭാവി ഉള്ളതല്ലേ. അങ്ങനെ ഉണ്ടെങ്കിൽ അതെടുത്ത് പോസ്റ്റ് ചെയ്യൂലല്ലോ. വേറൊരു രാജ്യത്ത് ചെല്ലുമ്പോൾ എന്തുണ്ടായിരുന്നാലും അത് അനുഭവിച്ചേ പറ്റൂ. പോരെങ്കിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ഒരു സ്ത്രീയാണ്. സ്ത്രീകൾക്കൊക്കെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും ഇങ്ങനെ യാത്ര ചെയ്യുന്നവർക്ക്. ഇപ്പം ഈ പയ്യന്റെ പറച്ചിൽ കേട്ടിട്ട് എനിക്ക് അത് അത്ര പറയണമെന്ന് തോന്നി. അങ്ങനെ ഓരോരുത്തരുടെ പാഷനാണ്. അപ്പൊ അങ്ങനെ അദ്ദേഹം പ്രത്യേകിച്ച് ഈ ട്രാവൽ ചെയ്യുന്നതിന് റിട്ടേൺ ഒന്നും കിട്ടാഞ്ഞിട്ടും സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന ജോലി ചെയ്തുണ്ടാക്കുന്ന പൈസയിൽ നിന്ന് പണം നീക്കി വെച്ചിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. ഈ ഒരു കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. കാരണം മുമ്പോട്ട് പോകുമ്പോൾ ഇത് നമുക്ക് ആവശ്യം വരും. അങ്ങനെ ട്രാവൽ ചെയ്യുന്ന അദ്ദേഹം ജോർദാനിലേക്ക് അവിടുത്തെ പെട്ര കാണാൻ വേണ്ടി പോവാണ്. പെട്ര എന്ന് പറയുന്ന അവിടുത്തെ ഒരു ഏൻഷ്യൻ സിറ്റി പോലാണ്. അവിടെ അൽ ഖസ്ന എന്ന് പറയുന്ന ഒരു റോസ് റെഡ് റോക്ക് കട്ട് ആർക്കിടെക്ചർ ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പൊ അവിടെ ഇത് കാണാൻ പോയപ്പോഴാണ് അദ്ദേഹത്തിന് ഈ ഒരു മോശം അനുഭവം നേരിട്ടത്. അതായത് ഈ പെട്ര കാണാൻ ഇത് കുറച്ച് ഉള്ളിലേക്ക് കയറിയിട്ടാണ്. അവിടെ രണ്ട് രീതിയിലാണ് അങ്ങോട്ടേക്ക് പോകാൻ പറ്റുന്നത്. ഒന്നെങ്കിൽ ഒരു മ്യൂളിന്റെ പുറത്ത് കയറി, കഴുതപ്പുറത്ത് കയറി പോവാം, അല്ലെങ്കിൽ ഇലക്ട്രിക് ബഗ്ഗി എന്നൊക്കെ പറയുന്ന ഒരു ഇലക്ട്രിക് കാർ ഉണ്ട്, അതിനകത്ത് കയറി പോവാം. അപ്പൊ ഈ ബഗ്ഗി എന്ന് പറയുന്ന ഇലക്ട്രിക് കാറിനകത്ത് പോകാൻ 25 ജോർദാൻ ദിനാർ എന്തോ വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അതായത് ഈ ഒരു ബഗ്ഗി കയറ്റി അവിടെ എത്തിച്ചിട്ട് തിരിച്ചു കൊണ്ടുവരാം. അതായത് നമ്മുടെ ഇവിടുത്തെ ഏകദേശം 3197 വരുന്നുണ്ട്. പക്ഷെ അതല്ല മെയിനായിട്ട് അല്ല, ഇഷ്ടംപോലെ ഉണ്ടാക്കിയ ഒരാളിനാണെങ്കിൽ പിന്നെ ഈ യൂട്യൂബ് വരുമാനത്തിൽ നിന്ന് വേണ്ട എന്നല്ലേ പറയണം. അങ്ങനെ ഉള്ള ഒരാളിനാണെന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ 3500 രൂപ ആയിരുന്നാലും അതൊരു ചെറിയൊരു തുകയായിട്ടല്ലേ വരൂ. അതങ്ങനെ പോവാമായിരുന്നല്ലോ. കാല് കഴച്ച് നടന്ന് ഇതിങ്ങനെ ചുറ്റി കാണേണ്ട ഒരു കാര്യമല്ല. കുറച്ച് ദൂരമൊക്കെ ജന്ന നടക്കുന്നുണ്ട്. അങ്ങോട്ടേക്ക് പോകുമ്പോൾ നമ്മൾ ഇത്രയും പൈസ മുടക്കി ഒരു രാജ്യം കാണാൻ പോകുമ്പോൾ നമ്മൾ ഫുള്ളായിട്ട് യൂട്ടിലൈസ് ചെയ്യണം. എസ്പെഷ്യലി ഒരു ബ്ലോഗറും കൂടെ ആകുമ്പോൾ അതിനിടയിൽ കാണാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ക്യാപ്ചർ ചെയ്യണം എന്നുകൂടി നമ്മൾ ആഗ്രഹിക്കും. അത് ശരിയാണ്. വീഡിയോ പിടിക്കണ പുള്ളിക്കാരി ഇങ്ങനെ വീഡിയോ പകർത്തുന്നുണ്ട്. അപ്പോൾ അത് പകർത്തി അത് അവളുടെ യൂട്യൂബ് ചാനലിലൂടെ ഇടാൻ വേണ്ടിയാണ് അത് പകർത്തണത്. അപ്പോൾ ഇപ്പം ഈ ഒരു വീഡിയോ അവൾക്ക് മോശം അനുഭവം ഉണ്ടായി, അവൾ പീഡിപ്പിക്കപ്പെട്ടു എന്നൊക്കെ ഇരുന്ന് പറയുന്ന വീഡിയോ എനിക്ക് തോന്നുന്നു മില്യൻ അങ്ങോട്ടേക്ക് ആയെന്ന് തോന്നുന്നു. അപ്പം നല്ല റീച്ചങ്ങ് കയറിപ്പോയി. വന്നിരുന്ന് പൊട്ടിക്കരയുന്നുണ്ട്, എന്നെ അവിടെ പിടിച്ചെന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരി ഇരുന്ന് പൊട്ടിക്കരയുന്നുണ്ട്. ഈ ബഗ്ഗിൽ പോകുമ്പോൾ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് പോയിന്റ് ടു പോയിന്റ് ആണ്. ഇവിടുന്ന് നമ്മൾ കയറി കഴിഞ്ഞാൽ നേരെ നമ്മൾ പെട്രോയിൽ കൊണ്ടിറക്കും. അവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ തിരിച്ച് നേരെ നമ്മുടെ അറൈവൽ ഡെസ്റ്റിനേഷനിൽ കൊണ്ടിറക്കും. അങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്. സോ ഇതിനിടയ്ക്ക് എന്തെങ്കിലും നല്ല കാഴ്ചകൾ കണ്ടാലോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും മറ്റുള്ളവരെ കാണിക്കണം, ഇപ്പൊ ഒരു വ്ളോഗറൊക്കെ ആകുമ്പോൾ അത് ഷൂട്ട് ചെയ്യണമെന്നൊക്കെ തോന്നുന്ന എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിൽക്കാൻ സാധിക്കും. സോ അതുകൊണ്ട് തന്നെ ഇദ്ദേഹം എന്ത് ചെയ്തു, അങ്ങോട്ടേക്ക് ഇദ്ദേഹത്തിന്റെ ഗൈഡും പറഞ്ഞു ഈ ഒരു വ്ളോഗറും കൂടെ ആയിരുന്നു നടന്നു പോകുന്നതായിരിക്കും ബെറ്റർ. അങ്ങനെ ഇദ്ദേഹം അവിടേക്ക് നടന്നുപോയി. പക്ഷെ അവിടേക്ക് എത്തിയപ്പോൾ ഇദ്ദേഹത്തിന്റെ ഷൂസ് അത്ര കംഫർട്ടബിൾ ആയിരുന്നില്ല, കാലിന് നല്ല വേദന ഉണ്ടായിരുന്നു. അങ്ങനെ തിരിച്ചു വരുന്ന വഴിക്ക് അത്രത്തോളം നടക്കാൻ വയ്യാതെ കാലിന്റെ ബുദ്ധിമുട്ട് മാത്രമല്ല ഈ
ഇലക്ട്രിക് കാറ് കിട്ടാത്ത അവസ്ഥ, അങ്ങനെയൊക്കെ ആയപ്പോൾ ഒരു മ്യൂളിന്റെ പുറത്ത് കയറി തിരിച്ചു വരാമെന്ന് അദ്ദേഹം തീരുമാനിക്കുകയാണ്. അപ്പൊ ആദ്യം ഇദ്ദേഹത്തിന്റെ വീഡിയോ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് എന്തിനാണ് ഇങ്ങനെ ആണുങ്ങൾ പോലും ഒറ്റയ്ക്ക് പോകാൻ മടിക്കുന്ന ഒരു സിറ്റുവേഷൻ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ആണുങ്ങളെ പോലും ഗ്യാങ് റേപ്പ് ചെയ്യുന്ന കാലഘട്ടമാണ് ഫിസിക്കലി സ്ട്രോങ് ആയിട്ടുള്ള പുരുഷന്മാർ. അത് കറക്റ്റ് കാര്യമാണ്. എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ ഒറ്റയ്ക്ക് പോകണമാകുമ്പോൾ നമ്മുടെ നാടൊന്നുമില്ല, നമ്മുടെ നാട്ടിൽ തന്നെ ഈ കേരളത്തിൽ തന്നെ എന്തെല്ലാം സംഭവിക്കണം. അപ്പോൾ ഇവിടം വിട്ട് പോകുമ്പം വേറൊരു രാജ്യത്തോട്ടൊക്കെ പോകുമ്പം നമുക്കൊന്നും അറിയാൻ പറ്റില്ല. ചിലപ്പോൾ ഭാഷ അറിയാൻ പറ്റാത്തതായിരിക്കും, അവിടെയുള്ള ജനങ്ങളെ അറിയാൻ പറ്റാത്ത, ചിലർ നല്ലവരും കാണും, മോശം പ്രവൃത്തി കാണിക്കുന്നവരും കാണും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതിൽ കടന്നു പോകണതാണ്. അപ്പോൾ ഈ പയ്യൻ പറയണത് പുരുഷന്മാർക്ക് പോലും പോകാൻ പേടിയാണ്. അങ്ങനെയുള്ള ഒരു ഇതിൽ ഒറ്റയ്ക്കൊരു സ്ത്രീ പോകുമ്പോൾ അപ്പോൾ അതിൻ്റേതായ ഇതൊക്കെ ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കേണ്ടി വരും. അത് പറയാം, ഉദാഹരണത്തിന് നമ്മൾ അരുണിമ ഒരുപാട് രാജ്യങ്ങൾ ചുറ്റി സഞ്ചരിച്ചിട്ടുണ്ട്. അരുണിമയ്ക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അരുണിമ എപ്പോഴും പെപ്പർ സ്പ്രേ കയ്യിൽ കരുതിയാണ് അരുണിമ നടക്കണത്. അങ്ങനെ പെപ്പർ സ്പ്രേ ഉപയോഗിക്കേണ്ടി വന്ന ഒരേ അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. പിന്നെ ട്രക്കിൽ വെച്ചായിരുന്നാലും അരുണിമ അത് ഇൻ്റർവ്യൂകളൊക്കെ വന്നിരുന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പോകുന്നവർക്ക് എല്ലാവർക്കും നല്ല അനുഭവം ഉണ്ടാവുമെന്ന് ഒരിക്കലും വിചാരിക്കാൻ പറ്റൂല. മോശം അനുഭവം തന്നെ ഉണ്ടാവും. പരിചയമില്ലാത്ത ആളുകളാവുമ്പോൾ അവർ എന്തും ചിലപ്പോൾ സംഭവിച്ചെന്നിരിക്കും അവിടെ. പിന്നെ വന്നിരുന്നും കൊണ്ട് ആ സോഷ്യൽ മീഡിയ വഴി വന്നിരുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ടോ അങ്ങനെയൊക്കെ ചെയ്തിട്ടൊന്നും ഒരു കാര്യവും ഇല്ല. ഇപ്പൊ ദുരന്തർ സിനിമ എന്നുള്ള നിങ്ങൾക്കറിയാം, അതിനകത്ത് രൺവീർ സിംഗിനെ ഗ്യാങ് റേപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. സോ അത് വെറും ഒരു സ്റ്റോറി അല്ല, അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ പല സ്ഥലത്തായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ നടക്കുന്ന ലോകത്ത് ഒരു വുമൺ ഒറ്റയ്ക്ക് പരിചയമില്ലാത്തൊരു സ്ഥലത്ത് ഒരാളുടെ കൂടെ പോവുക എന്ന് പറയുന്നത് അത് കുറച്ച് നല്ല രീതിയിൽ റിസ്ക് ആണ്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. കാരണം എന്താണ് അവരെ കൊണ്ട് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഒറ്റപ്പെട്ട സ്ഥലത്ത് ഇവന്മാർ അവിടെ ഉള്ള ആൾക്കാർ തന്നെയാണ്. അപ്പൊ എവിടേക്ക് ആൾക്കാർ വരും, എവിടേക്ക് ആൾക്കാർ കാണില്ലെന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയാം. അങ്ങോട്ടേക്ക് വലിച്ചിട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പോലും കൊന്നാൽ പോലും ചിലപ്പോൾ പുറം ലോകം വേറൊരു തരത്തിലൊക്കെ ആയിരിക്കും അറിയുന്നത്. സോ അത് ഭയങ്കര റിസ്കി ആയിട്ടുള്ള എലമെന്റ് ആണ്. അപ്പൊ അത് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഈ എക്സ്പ്ലനേഷൻ വീഡിയോയിൽ അത് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. വേറെ ഓപ്ഷൻ ഇല്ല. കാരണം ഇത്രയും കാല് നന്നായിട്ട് വേദന എടുക്കുന്നുണ്ട്. ഇലക്ട്രിക് കാറിൽ കയറി പോകാനുള്ള പ്രൊവിഷനോടില്ല. പിന്നെ ആകെയുള്ളൊരു വഴി എന്ന് പറയുന്നത് ഈ കഴുതപ്പുറത്ത് കയറി പോകാന്നുള്ളത് മാത്രമാണ്. സോ നമുക്ക് അവരെ ഒരു വിധത്തിലും അതിൽ കുറ്റം പറയാൻ സാധിക്കും. അങ്ങനെ ഇവർ ഈ കഴുതപ്പുറത്ത് കയറി പോകുന്നു. നമ്മൾ ആദ്യം കാണുന്ന സീൻ എന്ന് പറയുന്നത് ആദ്യം ചെന്നൈ കഴുതപ്പുറത്തിരിക്കുന്നു, ഈ കൂടെ വരുന്നവർ കൂടെ നടക്കുന്നു. അപ്പം ഈ ജന ചോദിക്കുന്നുണ്ട്, അങ്ങനെ നടന്നു പോണ വഴിക്ക് പുള്ളിക്കാരൻ ഏതൊരു ഗുഹ കാണിക്കുന്നുണ്ട്. ആ അതിനകത്ത് കയറുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്. കയറാനായിട്ട് പറ്റാതെ വരുമ്പോൾ ഇയാൾക്ക് അവളെ പിടിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം ഇങ്ങനെയൊക്കെ ഉള്ള കഥകളൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ നടക്കുവാണോ അതോ കഴുതപ്പുറത്ത് വരുവാണോ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഈ എക്സ്പ്ലനേഷൻ വീഡിയോയിൽ ജന പറയുന്നുണ്ട് അവൻ മറ്റൊരു കഴുതപ്പുറത്ത് വരും എന്നാണ് അദ്ദേഹം പ്രതീക്ഷിച്ചത്. പക്ഷെ ഇവനും അതിന്റെ പുറകെ കയറുന്നത് അവിടം തൊട്ടാണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അതായത് അവിടം തൊട്ട് പുറകെ കയറിയതിനു ശേഷം പിന്നെ കഴുതപ്പുറത്ത് കയറിയിരിക്കുകയാണ്. അപ്പം നമുക്ക് ജന്നേരെ ആ വീഡിയോ ഒന്ന് കാണാം. ജന്ന ജോർദാനിൽ ചുറ്റി കാണുന്നത് നമുക്കൊന്ന് കാണാം. താജ്മഹൽ, രണ്ടാമത്തത് ഈജിപ്തിലെ പിരമിഡ്, ഗിസ പിരമിഡ്. അത് രണ്ടും ഞാൻ കണ്ടതിന് ശേഷം എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു പെട്ര കാണണം എന്നുള്ളത്. അതെനിക്ക് 2026 ഈ ആദ്യത്തെ മാസം തന്നെ കാണാൻ പറ്റും എന്നുള്ളത് ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചിട്ടില്ല. അൽഹംദുലില്ലാ അതങ്ങനെ സാധിച്ചു. പിന്നെ വേറൊരു ദുരന്തം പിടിച്ച കാര്യം എന്ന് പറയുന്നത് ഈ എൻട്രി പോയിന്റ് എന്ന് ഈ പറഞ്ഞ പെട്ര എത്താൻ വേണ്ടിയിട്ട് 4 കിലോമീറ്റർ നടക്കണമെന്നാണ്. ഈ ഡക്ക് ഷൂസ് ഇട്ടിട്ട് ഞാൻ എങ്ങനെ അവിടെ എത്തുമെന്ന് പറഞ്ഞുകൂടാ. അപ്പൊ അതെന്തുകൊണ്ടാണ് ഞാൻ 4 കിലോമീറ്റർ നടക്കാനുള്ളത് സമ്മതിച്ചെന്നുള്ളതെന്നൊക്കെ ഞാൻ ഇതിൽ പറയുന്നില്ല. ഒക്കെ നമുക്ക് വേറെ വ്ളോഗിൽ പറയാം. ഒത്തിരി പറയാനുണ്ട്. ഒരുപാട് ആളുകൾ നടക്കുന്നുണ്ട്. ആ ധൈര്യത്തിൽ ഞാൻ നടക്കുന്നുണ്ട്. ലൈഫിൽ ഈ ജന്ന നടന്നു പോണ വഴിക്കൂടെ ആളുകളൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. പുള്ളിക്കാരിക്ക് ഈ ഷൂ ഇട്ടുകൊണ്ട് നടന്നപ്പം കാലിന് നല്ല ബുദ്ധിമുട്ടുണ്ട്. അത് കാല് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് അടരാനൊക്കെ സാധ്യതയുണ്ട്. ഇങ്ങനെ നടന്നു പോവല്ലേ. വീഡിയോയും പകർത്തുന്നുണ്ട്. പക്ഷേ ഈ വീഡിയോ എന്ത് തന്നെ ആയാലും ഇവള് പറയണ അതിൽ വെച്ച് പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന ഈ വീഡിയോയ്ക്ക് ഇവള് കരഞ്ഞു വിളിച്ച് പറയണതാണ്. 1.3 മില്യനായി ഇത്രയും ജനങ്ങൾ കണ്ട്. ഈ ജന്നൊരു വീഡിയോ എടുത്താൽ അറിയാം, റീച്ചൊന്നും അങ്ങനെ ഇല്ല. പക്ഷേ ഈ ഒരു വീഡിയോ കൊണ്ട് അങ്ങ് കത്തിക്കയറി. പിന്നെ ഇതിന് ശേഷം ജന്ന വീണ്ടും അതിൻ്റെ അനുഭവങ്ങൾ തന്നെ ഓരോന്ന് വീഡിയോ ഇട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇത് ഉള്ളതാണോ
കള്ളാണോ ഇനി ജെന്ന ഇടപാട് ആ പയ്യൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ട് ചെയ്യിക്കണതാണോ എന്നൊന്നും അറിയാൻ വയ്യ. റീച്ചിന് വേണ്ടിയാണെന്നുള്ളതാണ് ഇപ്പം തോന്നുന്നത് കണ്ടിട്ട്. റിസ്കുകളൊക്കെ എടുക്കുന്നത് ട്രാവൽ ചെയ്യുന്ന സമയത്താണ്. ഇതിനു മുമ്പ് തജിക്കിസ്ഥാനിൽ ഞാൻ പോയപ്പോഴും 2 കിലോമീറ്റർ നടന്നതിൻ്റെ വെപ്രാളം എടുക്കലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇനി കാണാനുള്ള പോയിന്റുകൾ എത്തുമ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം, എന്തൊക്കെയാ എങ്ങനെയൊക്കെയാന്നൊക്കെ ഉള്ള. എൻ്റെ ഒപ്പം ഞാൻ കാണുന്ന കാഴ്ചകൾ നിങ്ങൾ കാണണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ വ്ളോഗ് എടുക്കുന്നത്. ഇപ്പോൾ ഞാൻ നടക്കുന്നവിടെ സംസാരിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഒന്നാമത് കയ്യിൽ വെള്ളം എടുത്തിട്ടില്ല. ഞാൻ മിക്കവാറും തിരിച്ചാകുമ്പോഴത്തേക്കും 4 കാലിൽ പോണ അവസ്ഥയൊക്കെ ഉണ്ട്. ഓ എൻ്റെ പൊന്നെ എന്ത് സ്മെല്ലാ. സോറി ഗൈസ്, ഞാൻ അതിനെ അപമാനിച്ചതല്ല, അത്യാവശ്യം നല്ല സ്മെല്ലുണ്ട്. അയ്യോ എന്ത് രസമാണ് കാണാൻ. നല്ല കൊമ്പുണ്ടുള്ളതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പോകാൻ എന്നെ പേടിയായിട്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഞാൻ അതിനെ പോയിട്ട് തടവി വന്നേനെ. നമ്മളിതിനകത്തോട്ട് കയറുമ്പോഴത്തേക്ക് പിന്നെ കാണുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇത്. കല്ലിൽ കൊത്തിയിട്ടുള്ള ഗുഹകളാണ് കാണുന്നത്. അതിൻ്റെ മുകളിലുണ്ടല്ലോ ഒരു 4 പിരമിഡ്സ് അവർ വെച്ചിട്ടുണ്ട്. ഇത് 2 ഡിഫറെൻറ്റ് സ്റ്റോണാണ്. താഴെ കാണുന്ന ഈ ഒരു പോർഷനും ഒരു സ്റ്റോണിന് കട്ട് ചെയ്തിട്ട് അവർ ചെയ്തിരിക്കുന്നതാണ്. അതിൻ്റെ മുകളിലുള്ളത് ഡിഫറെൻറ്റ് സ്റ്റോണാണ്. പിന്നെ ഇതിൻ്റെ ചരിത്രപരമായിട്ടുള്ളുണ്ട്. അത് നോക്കി ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ 4 കിലോമീറ്റർ നടന്ന് ഞാൻ എത്തത്തില്ല. അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ട് പോവാം. ഒത്തിരി കാണാനുള്ള സംഭവങ്ങൾ ഉണ്ടെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് നടക്കാൻ വേണ്ടി തീരുമാനിച്ചത്. കാരണം ഇലക്ട്രിക് കാറുണ്ട്. ഈ കാറിൽ കയറി കഴിഞ്ഞാൽ അവർ നമ്മളെ ആ ഒരു എൻട്രി പോയിന്റിൽ നിന്ന് നേരെ കൊണ്ട് എത്തിക്കുന്നത് പെട്രയുടെ ഫ്രണ്ടിലാണ്. പെട്രയുടെ ഫ്രണ്ടിൽ ഇപ്പോഴൊക്കെ ഇരുട്ട് വീണണൊക്കെ ഇരിക്കുകയാണ്. അങ്ങനെ പുള്ളിക്കാരി നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഒരു സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ വീഡിയോയിൽ പകർത്തിക്കൊണ്ട് നടക്കുന്നുണ്ട്. എത്തിക്കഴിഞ്ഞാൽ ഇടയ്ക്ക് എവിടെയും അങ്ങനെ നിർത്താം. ഇപ്പം തന്നെ കണ്ടില്ല, ഈ ഒരു സ്ഥലത്തിൽ അവർ നിർത്തിയില്ല. അപ്പോൾ അവർ ഡയറക്റ്റ് അവിടെ കൊണ്ട് ഇറക്കുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിന് അഡീഷണൽ പേയ്മെൻറ്റ് കൊടുക്കണം. ഇതിനകത്തുള്ള എൻട്രി എന്ന് പറയുന്നത് ഇതാ എൻ്റെ കയ്യിൽ കാണുന്ന ഈ ടിക്കറ്റ്സ് ആണ്. ഈ ടിക്കറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും 50 JD ആണ്, അതായത് ജോർദാനിയൻ ദിനാറാണ്. അത് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ മുന്നോട്ട് നടക്കും. അഡീഷണൽ പേയ്മെൻറ്റ് കൊടുത്താലും ഉണ്ടല്ലോ. വേറെ ഗൾഫ് രാജ്യത്ത് എവിടെയും കണ്ടെയൊക്കെ ജോലിയുള്ള ആളാണെന്ന് പറയുന്നുണ്ട്. നല്ല ക്യാഷ് ഉണ്ടെന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഇലക്ട്രിക് കാറിൽ പോയിരുന്നാലും അവർ കറക്റ്റ് സ്ഥലത്ത് കൊണ്ടെത്തിക്കും. ഈ കഴുതപ്പുറത്തൊക്കെ കയറി ഇരുന്ന് ഒറ്റയ്ക്കൊക്കെ പോകുമ്പോഴല്ലേ അതിൻ്റേതായ അനുഭവം ഉണ്ടാകുന്നത്. ഈ കാറിൽ തന്നെ ഒരുപാട് പേര് ഇങ്ങനെ കയറിപ്പോയി ഇന്ന സ്ഥാനത്ത് കൊണ്ടുവന്ന് ഇറക്കും. പക്ഷേ ഇവക്ക് അപ്പോഴാകുമ്പോൾ വീഡിയോ പകർത്താൻ പറ്റൂല എന്നുള്ള ഒരിത് അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട്. അത്യാവശ്യം ഉണ്ട്. അതിൻ്റെ പുറമേ നമ്മൾ ഗൈഡ് വെക്കണമെന്നുണ്ടെങ്കിൽ അഡീഷണൽ കൊടുക്കണം. ഇപ്പോൾ പോയി ഇലക്ട്രിക്കൽ ആ കാറല്ലേ, ആ കാറിൽ നമ്മൾ ബഗ്ഗി എന്ന് പറയും, അതിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ 25 JD ആണ് അവർ പറയുന്നത്. അതായത് പോവുക, അവിടെ നമ്മൾ ഇറക്കി കഴിഞ്ഞതിന് ശേഷം തിരിച്ചിങ്ങോട്ട് വരാം. ഇതിലുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ മിസ്സായി പോവും. ഇവിടെ ചുറ്റും കാണുന്ന ഓരോ റോക്കിലും കുറേ ഗുഹകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനകത്തൊന്നും കയറാൻ എനിക്ക് വയ്യ. കയറാൻ പറ്റുന്നതുകൊണ്ട് കയറാൻ പറ്റാതെ ദൂരം നോക്കുന്നതുകൊണ്ട് വളരെ മനോഹരമാണ്. അപ്പോൾ അടുത്ത പോയിന്റ് എത്തുമ്പോൾ ഞാൻ കാണിക്കാം. നോക്കിക്കേ ഞാനിത് എവിടെ എത്തിയെന്നുള്ള. ഓ മൈ ഗോഡ്, 2 സൈഡിലും ഫേസ് ടു ഫേസ് ഇങ്ങനൊരു സംഭവം ഉണ്ട്. പിന്നെ ഈ 2 മലകളുടെയും ഇടയ്ക്കൂടെയാണ് നമ്മൾ ഇനി നടന്ന് മുന്നോട്ട് പോകാൻ പോകുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമുണ്ട് കേട്ടോ. ഈ കല്ലിങ്ങനെ കൊത്തിച്ചാണല്ലോ ഇങ്ങനെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ. ഇതൊരു പാറയല്ലേ, ഈ പാറയിലേക്ക് ഇങ്ങനെ കൊത്തി ഇങ്ങനെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ അതും ഏകദേശം ഒരു 3000-4000 വർഷങ്ങൾക്ക് മുന്നേ മീൻസ് ചെയ്തിട്ടുള്ളതാണ്. ഇതൊക്കെ ഒരു അന്തവും കുന്തവും ഇല്ല. പക്ഷെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാരണം നോക്കിക്കേ, ഇതിൻ്റെ ഇടയിൽ ഒരു വഴിയൊക്കെ ഉണ്ടാക്കിയിട്ട് എന്താ പറയണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ഭയങ്കര രസമുണ്ട് ഇടയ്ക്കൂടെ പോകാൻ. വെയിലുള്ള സമയത്ത് നമുക്ക് സൺഗ്ലാസ് വെച്ചാൽ മതി, അതർവൈസ് നമുക്ക് ഇതിൻ്റെ എക്സാക്ട് കളറും ഭംഗിയൊന്നും കാണാൻ പറ്റുന്നുണ്ടാവില്ല. ഇതിൻ്റെയൊക്കെ ഇടയ്ക്കൂടെയാണ് ഞാൻ പോകണമെന്ന് ആലോചിക്കുമ്പോൾ അയ്യോ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നമ്മൾ 2 മലകളുടെ ഇടയിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഗ്ലാസ് എടുത്ത് തലയിൽ വെച്ചിട്ടുണ്ട് പുള്ളിക്കാരി. ഇത്രയും നേരം കണ്ണിലാണ് വെച്ചുകൊണ്ടിരുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഈ കഴുതപ്പുറത്ത് കയറിയപ്പോൾ എവളെ ഗ്ലാസ് അയാളെ തലയിൽ വന്നതെന്ന്. ഇപ്പം വെച്ചിരിക്കണത് തലയുടെ ഈ ഭാഗത്താണ്. വണ്ടി എന്തോ വരുന്ന സൗണ്ട് പോലെ തോന്നുന്നുണ്ട്. എനിക്ക് ഭയങ്കര പേടിയാവുന്ന കേട്ടോ. മഞ്ഞുമൽ ബോയ്സൊക്കെ ഓർമ്മ വരുന്നു. നമുക്ക് ഫ്രണ്ടിലോട്ടുള്ള വഴി കാണാൻ പറ്റത്തില്ല. അതായത് നമുക്ക് ബ്ലൈൻഡ് സ്പോട്ടായിട്ട് ഇങ്ങനെ കാണിക്കും. ധൈര്യമായിട്ട് ഇറങ്ങിയതല്ലേ, പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. നല്ല ധൈര്യം ഉണ്ടല്ലോ. ഒരുപാട് രാജ്യങ്ങൾ ചുറ്റിക്കറങ്ങിയതല്ലേ, അപ്പം അതിൻ്റെതായ ധൈര്യം കാണുമല്ലോ. Not 10 then. How can I come up here? Good guide with you really. Come up. എനിക്കറിയാലോ. Your legs here. Then? Your hand here. Please hold this. Yeah. You got have. Then
شغل فيديو دربه شغل فيديو اذهب. അങ്ങനെ ഞാൻ എൻ്റെ ആദ്യം സന്തോഷത്തിലൊക്കെ കയറി, അപ്പോഴേ വീണ്ടും ഈ കണ്ണാടി ഇവിടെയാണ് വെച്ചിരിക്കണത്, തലയുടെ ഭാഗത്ത്. ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ പയ്യൻ്റെ കണ്ണിലാണ് ഇരിക്കണത് അവളെ കണ്ണാടി. മണ്ടിക്കിരുന്ന് Are you coming with me? Yes. Yes. By walk? Huh? By walk? You? No, I ride. Slowly, huh? I'm a little bit afraid. This. Don't worry, I'm with you. It's okay. No. Slowly, huh? Slowly. ഈ കയറി ഇത് കഴുത മുന്നോട്ട് പോകുന്ന സമയത്ത് യവൻ അതിനെ പിടിച്ചിങ്ങനെ നടക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷമാണ് യവൻ കയറാനായിട്ടുള്ള ശ്രമം കയറുന്നത്. എൻ്റെ അല്ലാ, എനിക്ക് വയ്യ എൻ്റെ പറ്റി. രണ്ട് കൈ പിടിച്ച് ഞാൻ ഇരിക്കണം, അല്ലെങ്കിൽ എൻ്റെ കട്ടയും കൂടെ മടങ്ങും. നോക്കിക്കേ, എൻ്റെ കൈയിൻ്റെ അടപ്പിളകി. ഇങ്ങനത്തെ ഏരിയകളിലൊക്കെ നമ്മൾ ഈ കുതിരപ്പുറത്തൊക്കെ പോകുമ്പം നല്ല സുഖമാണ് കാഴ്ച. ഇങ്ങനത്തെ ഏരിയയിൽ കുതിരപ്പുറത്തൊക്കെ പോകുമ്പം നല്ല സുഖമാണ്, എന്ത് നല്ല കാഴ്ചകളാണ്. പിന്നെ എന്തിനിരുന്ന് മോങ്ങിയത്. അവൻ ബേക്കിൽ കയറി. സാധാരണ ഈ ഒരു കഴുതപ്പുറത്തെന്ന് പറഞ്ഞാൽ ഒരാളിന് ഇരിക്കാനേ പറ്റുള്ളൂ. പിന്നെ എന്തോന്ന് ഇത് പ്ലെയിനാ, അങ്ങനെയുള്ള സാധനമൊന്നും അല്ലല്ലോ. നീ ചെന്നിരുന്ന് കൊണ്ടൊക്കെന്ന് പറഞ്ഞിരുന്ന് വാങ്ങാനായിട്ട് കയറി ഒട്ടിയേ ഇരിക്കത്തുള്ളൂ. ഒരാളിന് ഇരിക്കാനുള്ള സ്ഥലത്ത് ഇപ്പം ഒരാളും കൂടെ കയറുമ്പോൾ തട്ടി മുട്ടി എന്നൊക്കെ ഇരിക്കും. പിന്നെ കിടന്ന് മോങ്ങിയിട്ടൊന്നും കാര്യമില്ല. Look, you see there? Monastery behind this mountain, you know? Which one? You see the last mountain there? Yes. Monastery behind it. Oh, okay. Yeehaw! What's your name? Jana. Dana. Nice Your to name? meet you. Wi-Fi. Uzi Connect. Wi-Fi? Wi-Fi. Uzi Connect. This is my nickname. Okay. What's your real name? Rename Abdullah. Abdullah. അവളെ പേര് ചോദിക്കുന്നുണ്ട്, തിരിച്ച് അവൻ്റെ പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവന് പറയുന്നുണ്ട് എവള് യഥാർത്ഥ നെയിം പറയാം. അപ്പോൾ അബ്ദുള്ള എന്ന് പറയുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ എവളിരുന്ന് കോഷ്ടികളെ കാണിക്കുന്നു, എന്നെ അത് ചെയ്ത്, എന്നെ ഇത് ചെയ്ത്, ചീത്തയൊക്കെ വിളിക്കണ്. ഈ ചീത്തയൊക്കെ വിളിക്കണ എടുത്ത് പോസ്റ്റ് ചെയ്തതല്ലേ ഈ മലയാളികളെല്ലാവരും കാണുള്ളൂ. കൂടുതൽ മലയാളികളാണല്ലോ ഇത് കാണുന്നത്. അപ്പോഴവർക്ക് ഈ ഭാഷ എന്താണ് രമേന്നൊക്കെ വിളിക്കും കേട്ടോ അവള്. ഇപ്പം നമുക്ക് കേൾക്കാം. നല്ല പേരും വെച്ചിട്ട് മോനും വയറിൽ ചെയ്ത്താൻ്റെ അടുത്ത് ചെയ്തോണ്ടിരിക്കണം. അതിൻ്റെ മോൻ വേറെ വഴിയില്ല എനിക്ക്. പക്ഷേ ഈ ഒരവസ്ഥ ആർക്കും കൊടുക്കരുത്. നാട്ടിൽ വല്ലവരിക്കണമെങ്കിൽ ഞാൻ ചെറുട്ട് പൊളിച്ചാണ്. ഈ വഴി കണ്ടു കഴിഞ്ഞാൽ അയാളിരുന്ന് സ്ഥലങ്ങളൊക്കെയാണ് ഇരുന്ന് കാണിച്ചു കൊടുക്കണത്. പക്ഷെ അയാളെ കൈ എങ്ങോട്ടൊന്നും പോകണമെന്നും കാണില്ല. കറക്റ്റ് ആ കഴുതേരെ പുറത്ത് ഇങ്ങനെ പിടിച്ച് വെച്ചിരിക്കുകയെങ്ങാണ്ട് ചെയ്യണം. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവുന്ന ഇതുണ്ട്. പക്ഷെ ഇതിൽ അവളെങ്കിൽ അത് എന്തുകൊണ്ട് കാണിക്കണില്ല? അവൻ കുറച്ചുകൂടെ പൊക്കി പിടിക്കാത്തത്. Look to the sun, look.
കഴുതപ്പുറത്ത് നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് ഇങ്ങനത്തെ ഉള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായി എന്നൊക്കെയാണ് പറയുന്നത്. ലാസ്റ്റ് അവസാനം കഴുത സ്പീഡിന് പോണ ഇതായിട്ടൊക്കെയാണ് കാണിക്കണത്. പക്ഷേ അവ എങ്ങും പിടിക്കുന്നതായിട്ടൊന്നും കാണാനില്ല. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഒറ്റയ്ക്കൊക്കെ യാത്ര ചെയ്ത് ഇതിനകത്ത് കയറി ഒരാൾക്ക് ഇരിക്കണ കഴുതപ്പുറത്ത് 2 പേരും കൂടെ കയറി ഇരുന്ന് മുട്ടി ഉരുമി പോയിട്ട് പിന്നെ അവനെ കുറ്റം പറഞ്ഞിട്ട് എന്താണ് കാര്യം? അല്ലാതെയുള്ള ട്രക്കുകളൊക്കെ പോയപ്പോൾ അതിൽ കയറി പോകണമായിരുന്നു. ഇഷ്ടംപോലെ ഉള്ള ആളെന്നല്ലേ പറഞ്ഞ, കണ്ടമാനം പണമുള്ള പാർട്ടി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ പിന്നെ എത്ര രൂപ ആയാലും അങ്ങനെ സുഖ സൗകര്യത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കയറി പോകണമായിരുന്നു. പിന്നെ ആ പയ്യൻ ചിലപ്പോൾ ഒന്നും അറിഞ്ഞു പോലും കാണൂല. ഒരു ഭാഷ അറിഞ്ഞുവിടാൻ വയ്യാത്തൊരു പയ്യനായതുകൊണ്ട് നിനക്ക് കൊള്ളാം. എന്തായാലും നിൻ്റെ വീഡിയോ 1 മില്യൺ കഴിഞ്ഞു, 1.3 മില്യൺ ആയി കഴിഞ്ഞു. അതുകൊണ്ട് നിനക്ക് ഒരുപാട് പണം അതിൽ നിന്ന് നല്ല ഡോളർ കിട്ടിയിട്ടുണ്ട്, നല്ല റീച്ചായി. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോ ആവുമ്പോൾ നല്ല റീച്ച് ആവും എന്നുള്ളത് ജെന്നയ്ക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടായിരിക്കും അത് പോസ്റ്റ് ചെയ്തത്. എന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഒരുപാട് കൺട്രി വിസിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മളൊന്നും കണ്ടില്ലല്ലോ. നീ ഇരുന്ന് കരയണത്, നീ ചുമ്മാ ഇരുന്നും കൊണ്ട് അയാളെ ചീത്ത വിളിക്കണല്ലേ കണ്ടോളൂ. അയാൾക്ക് ആ ഭാഷ എന്താണെന്ന് പോലും മനസ്സിലാവില്ല. നീ ഇരുന്ന് മലയാളമൊക്കെ സംസാരിക്കുന്നുണ്ട്. ആ പയ്യനൊന്നും മനസ്സിലാവാത്തതുകൊണ്ട് കുഴപ്പമില്ല. യാത്ര പുറപ്പെടുന്ന സമയത്ത് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, ഭയങ്കര ഹാപ്പി ആയിരുന്നു. അത് തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എത്രത്തോളം എക്സൈറ്റഡ് ആയിരുന്നു എന്നുള്ളത്. അവസാനിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഇത് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇത്രയും ട്രാവൽ ചെയ്തിട്ടുണ്ട്, ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്തിട്ടുണ്ട്, ഒരുപാട് കൺട്രി ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്തിട്ടുണ്ട്. അറിയാത്ത ഭാഷകളായിരുന്നു, എന്നിരുന്നാലും സേഫായിട്ട് ഞാൻ തിരിച്ചു വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കൺട്രിയിൽ ഞാൻ വന്നിട്ട് എനിക്ക് ഇങ്ങനൊരു അനുഭവം ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കുറേയൊക്കെ നമ്മളെ ലൈഫിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് ആയാൽ തന്നെ നമ്മളത് കാണാതെ വിടും. കാരണം എന്താ വെച്ചാൽ നമുക്ക് വേണ്ടപ്പെട്ടവർ നമ്മളെ കൂടെ ഉണ്ടാവും, നമ്മളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവിടെ ഞാൻ വന്നിട്ട് എനിക്ക് ഇങ്ങനെ സംഭവിച്ചപ്പോൾ എനിക്കറിയില്ല എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന്. ആ സമയത്ത് ഞാൻ എൻ്റെ മാനത്തിനേക്കാളും എൻ്റെ ജീവനാണ് വാല്യൂ കൊടുത്തത്. കാരണം ചില സന്ദർഭങ്ങളിൽ നമുക്ക് മാനത്തിനേക്കാളും വലുത് ജീവൻ തന്നെയാണ്. എനിക്ക് അന്നേരം അങ്ങനെയാണ് തോന്നിയത്. ജെന്ന ഷെസിൻ പറയണ ജന്നാരെ മാനം പോയെന്നാണ് പറയണ. ആ പയ്യൻ പീഡിപ്പിച്ചു എന്നാണ് പറയണ. ആ കുതിരപ്പുറത്ത് വെച്ചിട്ട് എങ്ങനെയാണ് ഏതർത്ഥത്തിലാണോ എന്തോ പറയണ, നമുക്ക് മനസ്സിലാവുന്നില്ല. അത്രയ്ക്കൊന്നും നമ്മൾ കണ്ടില്ല. ഇന്ന് ആരെങ്കിലും കൂടെ വീഡിയോയിൽ പകർത്തണ്ടായിരുന്ന എനിക്ക് എങ്ങനെയെങ്കിലും എത്തിയാൽ മതി എന്നുള്ളത് കൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല എന്താന്നുള്ളത്. എനിക്കൊരൊറ്റ കാര്യം പറയാനുള്ളൂ. കുറേ ആളുകളൊക്കെ ട്രാവൽ ചെയ്യുന്നുണ്ട്, എസ്പെഷ്യലി ലേഡീസ് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ആളും പേരും അറിയാത്തൊരു സ്ഥലത്ത് ചെന്നിട്ട് ഒരാളെയും വിശ്വസിച്ചിട്ട് നമ്മൾ ഒന്നും ചെയ്യാൻ അപ്പോൾ അവർക്കൊക്കെ നല്ല ഉപദേശങ്ങളാണ് ജെന്ന ഷെസിൻ കൊടുക്കുന്നത്. ജെന്ന ഷെസിന് ഒരു പേടി കാണുമായിരിക്കും. ചിലപ്പോൾ ഇനി ഒരു ഭാവിയുള്ളതല്ലേ. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ വഴി പോസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ ഒന്ന് ഓർമ്മിക്കേണ്ടിയിരുന്ന ജെന്ന ഷെസിനെ, നിനക്കൊരു ഭാവി ഉള്ളതാണ്, ഇനി കല്യാണമൊക്കെ കഴിക്കാനുള്ളതാണ്, ധൈര്യം തന്നെ. എങ്കിലും ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാകും എന്നുള്ളത് ഓർമ്മ വേണം. എന്നിട്ട് എവിടെയും ചെന്നിരുന്നും കൊണ്ട് വീഡിയോയിൽ പകർത്താൻ വേണ്ടിയിട്ട് ഇരുന്ന് മോങ്ങിയിട്ടൊന്നും ഒരു കാര്യവും ഇല്ല. ഇപ്പം ആ പയ്യൻ ഒന്നും ചെയ്തതായിട്ടൊന്നും നമുക്ക് തോന്നുന്നില്ല. അയാളെ ഭാഷയിൽ അയാൾ പേരും അതും ഇതുമൊക്കെ ചോദിക്കുന്നുണ്ട്, സ്ഥലങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ ഏതോ ഗുഹയ്ക്കകത്തങ്ങാണ്ട് അത് അവിടെയൊക്കെ കയറാൻ പറഞ്ഞെന്നോ ഇങ്ങനെയൊക്കെ പറയുന്ന കേട്ടു. ഗുഹയ്ക്കകത്തങ്ങനെ കയറി ആ ഗുഹയ്ക്കകത്തങ്ങനെ കയറ്റിയിരുന്ന് വല്ല സംഭവിച്ചെങ്കിൽ ശരിയാണ്, അത് ചിലപ്പം വീഡിയോ പകർത്താൻ പറ്റിയില്ല എന്നൊക്കെ വിചാരിക്കാം. ഇതിപ്പോൾ ആ കുതിരപ്പുറത്ത് വെച്ച് എന്താണ് ആ പയ്യൻ ചെയ്യണത്? ഇപ്പോൾ കണ്ണാടി അവളെ തലേന്ന് അവൻ വലിച്ച് പറിച്ചെടുത്ത് കഴുതപ്പുറത്ത് ഇരുന്നപ്പോൾ വലിച്ച് പറിച്ചെടുത്ത് അവൻ്റെ കണ്ണിൽ വെച്ചെന്നൊക്കെയാണ് പറയണത്. അതൊക്കെ ഇനിയിപ്പോൾ എനിക്ക് തോന്നണത് എവൾ ഇനി എടുത്ത് അവൻ്റെ കണ്ണിൽ വെച്ച് കൊടുത്ത് എന്നിട്ട് വീഡിയോയ്ക്ക് അങ്ങനെയൊക്കെ ഉള്ള മോശം അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞും കൊണ്ട് വീഡിയോ പകർത്തിയതാണെന്നും അറിയാൻ പറ്റൂല.